So dear students, today we are going to discuss about another topic under virus, bacteriophages. So let us look at the introductory part of bacteriophage. Bacteriophage was discovered by Duart in 1915 and was described by D. Herrile in 1917. So they are the viruses which parasites bacteria. So they are the viruses which engulf ബാക്ടീരിയ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഗൾഫ് ചെയ്യുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോഫേജസ് എന്ന് അറിയപ്പെടുന്നത്. ലൈക്ക് വൈറസസ്, ബാക്ടീരിയോഫേജ് ഹാസ് DNA or RNA as their genetic material, which may be double-stranded or single-stranded. Accordingly, there are different kinds of viruses, bacteriophages. They are single-stranded DNA phages. G viruses is an example for that. Double-stranded DNA phage, T even series and T odd series bacteriophages, and single-stranded RNA phage, M12 phage, double-stranded RNA phage 5-6, which infects or parasites Pseudomonas. Coming to the structure of a bacteriophage. So here is two pictures which explains about the detailed structure of bacteriophage. In the first picture you can see icosahedron head which encloses nucleic acid and are protected by capsid coat. So head region is there. Just below the head region you can see a disc-like structure which is known as collar, and there are some whiskers, കൃതാവ് പോലത്തെ ഒരു സ്ട്രക്ചേഴ്സ്, ഒരു പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. അതിനെയാണ് വിസ്കേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ബിലോ ദിസ് neck region or collar region, neck region consists of collar and whiskers, and below this neck region is a tail region which is a cylindrical structure, encloses a cavity and which ends in hexagonal base plate. From this hexagonal base plate there arises 6 long tail fibers. So this base plate at each corner bears 6 spikes. So this is the structure of bacteriophage. So in the next picture you can see their head region. Their shape is icosahedron. Shape of the head എന്ന് പറയുന്നതാണ് icosahedron എന്ന് പറയുന്നത്. ഹെഡിൻ്റെ ഹെഡ് ജനറ്റിക് മെറ്റീരിയലിനെ കവർ ചെയ്തിട്ടാണ് കാണുന്നത്. ഹെഡിൻ്റെ ആ കവറിങ്ങിൻ്റെ പേരാണ് ക്യാപ്സിഡ് കോട്ട്. അതിൻ്റെ ഇൻഡിവിജ്വൽ സബ് യൂണിറ്റിനെ ക്യാപ്സോമിയേഴ്സ് എന്ന് പറയുന്നു. ഈ ഹെഡിൻ്റെ ജസ്റ്റ് താഴെയാണ് നെക്ക് റീജിയൻ എന്ന് പറയുന്നത്. ആ നെക്ക് റീജിയനിലാണ് മുന്നത്തെ പിക്ചറിൽ നമ്മൾ കാണിച്ചിട്ടുള്ള കോളാറും വിസ്കേഴ്സും കാണാൻ പറ്റുന്നത്. ഈ നെക്ക് റീജിയൻ്റെ തൊട്ട് താഴെയാണ് ടെയിൽ കാണാൻ പറ്റുക. ടെയിൽ എന്ന് പറയുന്നത് വിച്ച് ഇസ് മെയ്ഡപ്പ് ഓഫ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ, അഥവാ കോൺട്രാക്റ്റൈൽ ആക്ഷനുള്ള പ്രോട്ടീൻസ് കൊണ്ടാണ് ടെയിൽ ഷീത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ടെയിൽ എൻഡ് ചെയ്യുന്ന ഒരു പ്ലേറ്റാണ് ഹെക്സഗണൽ ബേസ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ ബേസ് പ്ലേറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന് 6 കോർണേഴ്സ് ഉണ്ട്. ആ 6 കോർണറിൽ നിന്നും 6 ടെയിൽ ഫൈബേഴ്സ് എറൈസ് ചെയ്യും. ഈ 6 കോർണറിലും ഇതിന് ചെറിയ പിന്ന് പോലത്തെ, ഏറ്റവും താഴെ കാണിച്ചിട്ടുണ്ട് പിന്ന് പോലത്തെ പോറുണ്ടാക്കാൻ പറ്റിയ, ഇതിങ്ങനെ ഇൻഫെക്ഷൻ്റെ സമയത്ത് ഒരു ബാക്ടീരിയയുടെ മുകളിൽ ഒരു പോറുണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പിൻ ലൈക്ക് സ്ട്രക്ചേഴ്സും ഇതിനകത്തുണ്ട്. So now we are going to explain about each and every part. First of all, it's head. So head, the shape is icosahedron. Here is the representation. ഒരു ഫസ്റ്റ് പിക്ചർ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. ഐക്കോസാഹെഡ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉള്ളതിനെയാണ് ഐക്കോസാഹെഡ്രൺ എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഐക്കോസാഹെഡ്രൺ പോലെയാണ്.
95 നാനോമീറ്റർ ലെങ്ത് ആൻഡ് 65 നാനോമീറ്റർ ഡയമീറ്റർ ആണ്. ഇത് നമ്മളൊരു T4 ഫേജിൻ്റെ ടിപ്പിക്കൽ സ്ട്രക്ചറിൻ്റെ ലെങ്ത്താണ് പറയുന്നത്. ഹെഡിൻ്റെ ലെങ്ത്തും ഡയമീറ്ററുമാണ് പറയുന്നത്. ജനറ്റിക് മെറ്റീരിയൽ ഇസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ ഹെഡ്. ദേ മേ ബി അസോസിയേറ്റഡ് വിത്ത് കാറ്റയോൺസ്. അഥവാ ജനറ്റിക് മെറ്റീരിയൽ കാറ്റയോണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റെപ്ലിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്, ജനറ്റിക് മെറ്റീരിയലിൻ്റെ എക്സാക്റ്റ് കോപ്പികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ളതാണ് കാറ്റയോൺസ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ക്യാപ്സോമിയേഴ്സ് മേ വാരി. ക്യാപ്സോമിയേഴ്സിൻ്റെ എണ്ണം വാരി ചെയ്യാറുണ്ട്. ഓരോ ബാക്ടീരിയോഫേജസിലും ഓരോ നമ്പർ ഓഫ് ക്യാപ്സോമിയേഴ്സിൻ്റെ എണ്ണം വ്യത്യാസമായിരിക്കും. And another important feature is that the presence of hydroxymethyl cytosine. Normally സൈറ്റോസിൻ്റെ കൂടെ ഹൈഡ്രോക്സിമീഥൈൽ സൈറ്റോസിനും കൂടിയും കാണാറുണ്ട് ചില വൈറസുകളിൽ. അപ്പോൾ ഇവിടെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് സൈറ്റോസിൻ്റെ സ്ട്രക്ചർ. സൈറ്റോസിലെ 5 മീഥൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മീഥൈൽ സൈറ്റോസിൻ എന്ന് പറയുന്നു. ദെൻ 5 ഹൈഡ്രോക്സിമീഥൈൽ സൈറ്റോസിൻ്റെ സ്ട്രക്ചറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നാം എന്തിനാണ് ഈ ഹൈഡ്രോക്സിമീഥൈൽ സൈറ്റോസിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹൈഡ്രോക്സിമീഥൈൽ സൈറ്റോസിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ DNA പിരമിഡിൻ നൈട്രജൻ ബേസ് ആണ്. പക്ഷേ ഇറ്റ് ഈസ് എ മോഡിഫൈഡ് ഫോം ഓഫ് സൈറ്റോസിൻ. സൈറ്റോസിൻ എന്ന് പറയുന്ന നോർമൽ പിരമിഡിൻ നൈട്രജൻ ബേസ് പെയറിന് മോഡിഫിക്കേഷൻ വന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഹൈഡ്രോക്സിമീഥൈൽ സൈറ്റോസിൻ എന്ന് പറയുന്നത്. വിച്ച് ആർ പൊട്ടൻഷ്യലി ഇമ്പോർട്ടൻറ്റ് എപ്പിജനറ്റിക്സ്. എപ്പിജനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീനിൻ്റെ ഓൺ ആൻഡ് ഓഫ് എക്സ്പ്രഷൻ, സിംപ്ലി പറയുകയാണെന്നുവെച്ചെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നതിനാണ് ഈ ഹൈഡ്രോക്സിമീഥൈൽ സൈറ്റോസിൻ ഉള്ളത്. അപ്പോൾ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് നോക്കണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് മെത്തൈലേഷനും അതേപോലെ തന്നെ അസറ്റൈലേഷനും ജീൻ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനിൽ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷനിൽ എന്തൊക്കെ റോളാണ് ഇത് വഹിക്കുന്നത് എന്നുള്ളത് നോക്കാവുന്നതാണ്. So next part is neck. We already explained about neck. It connects head and tail region, consists of collar and whiskers. This is a small region, and this collar and whiskers are meant for environment, which makes the virus or which are used for sensing environmental conditions. So അവരുടെ പിന്നെ പുറത്തുള്ള എൻവിയോൺമെൻറ്റൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ഇവരുടെ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് കോളേഴ്സ് ആൻഡ് വിസ്കേഴ്സ്. ഏതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ സ്പെസിഫിക്കലി ടെയിൽ ഫൈബേഴ്സിൻ്റെ ആ ഒരു ആക്ടിവിറ്റീനെ റെഗുലേറ്റ് ചെയ്യാനുള്ള എൻവിയോൺമെൻറ്റൽ സെൻസിങ് ഡിവൈസസ് ആണ് ആക്ച്വലി കോളർ ആൻഡ് വിസ്കേഴ്സ് എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് സ്ട്രക്ചർ ഈസ് ടെയിൽ. It is a narrow cylindrical part. In the case of T4 bacteriophage, it is 80 nanometer long and 80 nanometer wide. It has a core part and is surrounded by contractile protein. ഈ കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ് ആണ് ആക്ച്വലി ജനറ്റിക് മെറ്റീരിയലിനെ ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഹെഡിൽ നിന്നും ടെയിലിലൂടെ ആണ് ഈ ജനറ്റിക് മെറ്റീരിയലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. So they helps in genetic material introduction. So the last part is base plate and tail fibers. So base plate is already mentioned. It has 6 corners and it is a hexagonal plate with 6 spikes from the corners, and from the corner arises tail fibers. Tail fibers are 6 in number. They helps during infection, and tail fiber has proximal and terminal end. So here is the representation of the tail fiber and the magnified version of tail fiber. Base plate is there. So you can see a knob-like structure in the tail fiber. So here is the magnified version. Actually അതൊരു സിമ്പിൾ സ്ട്രക്ചർ അല്ല,
വിച്ച് കൺസിസ്റ്റ് ഓഫ് മെനി ഗ്ലൈക്കോപ്രോട്ടീൻസ്. ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് അതിനകത്തുള്ളത്. കുറച്ചും കൂടെ ഒരു നീഡിൽ ലൈക്ക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. ആ സ്ട്രക്ചറിൻ്റെ ടിപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു പോറുണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഒരു നോബിൽ നിന്ന് തുടങ്ങി അവരുടെ ആ ഒരു ഡിസ്റ്റൽ ഈ ടെർമിനൽ എൻഡിലേക്ക് എത്തുമ്പോൾ അതിനകത്ത് ഒരു പിൻ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. ആ പ്രൊജക്ഷൻ വെച്ചിട്ടാണ് അവർ സർഫസ് റെക്കഗ്നിഷൻ നടത്തുന്നത്. സോ ഇതിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ് ടെയിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയോഫേജസ് can be classified into two types. They are lytic life cycle and lysogenic life cycle. In this slide we are going to explain about lytic life cycle. So lytic life cycle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി സീരീസ് വൈറസ് ആണ് ഈ ലൈറ്റിക് ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യുന്നത്. ഈ കൊളൈനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ടി സീരീസിലുള്ള ഫേജസുകളാണ് ഈ ഒരു ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഇവർ ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഹോസ്റ്റിൻ്റെ ക്രോമസോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യൂല. ആൻഡ് അറ്റ് ലാസ്റ്റ് ഡ്യൂറിങ് ദെയർ റിലീസ് ദേ വിൽ ലൈസ് ദ സെൽ, അഥവാ ഹോസ്റ്റ് സെല്ലിനെ പൊട്ടിച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് ഇവർ റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. വൈറസിൻ്റെ ഇൻഫെക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറ്റാച്ച്മെൻ്റ് ആണ്. ഈ അറ്റാച്ച്മെൻറ്റിന് വേണ്ടി സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ടെയിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ടെയിൽ ഫൈബേഴ്സ് റെക്കഗ്നൈസസ് ദ സർഫസ് റിസപ്റ്റേഴ്സ് ഓൺ ദി സർഫസ് ഓഫ് ബാക്ടീരിയൽ സെൽ വാൾ. അപ്പോൾ ടെയിൽ ഫൈബേഴ്സിൻ്റെ ഏറ്റവും ആ പോയിൻറ്റഡ് ആയിട്ടുള്ള എൻഡും അതേപോലെ തന്നെ സർഫസ് റിസപ്റ്റേഴ്സ് ഓഫ് ബാക്ടീരിയൽ സെൽ വാളും എന്ത് ചെയ്യും, കം ഇൻ ക്ലോസ് കോണ്ടാക്ട്. വൺസ് ദ സർഫസ് റെക്കഗ്നിഷൻ ഈസ് ഓവർ ദെൻ ടെയിൽ ഫൈബേഴ്സിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അറ്റാച്ച്മെൻറ്റ് ഒന്നാമത്തെ സ്റ്റെപ്പിൻ്റെ കുറച്ച് മാഗ്നിഫൈഡ് വേർഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. ആ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെയിൽ ഫൈബേഴ്സ് ഇങ്ങനെ ഒരു ചിലന്തിയുടെ കാല് പോലെ ഇങ്ങനെ നിൽക്കും. അതിന് ശേഷം നമ്മുടെ ടെയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബേസ് പ്ലേറ്റിൻ്റെ ടിപ്പിൽ എന്തുണ്ട്, സ്പൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ ഉണ്ട്. ഇതവിടെ ഒരു ഫേം ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റിന് വേണ്ടി സഹായിക്കും. ഒരു പോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ ബാക്ടീരിയയുടെ സെൽവാളിൽ ഒരു പോർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പോറിലൂടെ ജനറ്റിക് മെറ്റീരിയലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്പൈക്ക് ആ സെൽവാളിൻ്റെ മുകളിൽ അവിടെ പോയി ഫേമായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്. എവിടെ കാണുന്നത്, ടെയിലിൽ കാണപ്പെടുന്ന കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻ്റെ കോൺട്രാക്റ്റൈൽ ആക്ഷൻ മൂലം നമ്മൾ ഈ ഡ്രില്ലൊക്കെ പോലെയാണ് ആക്ച്വലി, ഡ്രില്ലിൻ്റെ പോലെ തന്നെ ഇറ്റ് വിൽ മേക്ക് എ പോർ ഓൺ ദ സർഫസ് ഓഫ് ദ സെൽ വാൾ. കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസിൻ്റെ കോൺട്രാക്ഷൻ മൂലം ഈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്പൈക്ക് ഇവിടെ ഒരു പോറ് ഉണ്ടാക്കപ്പെടും. ഇനി പോർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയൽ ഫ്രം ദ ഹെഡ് പോർഷൻ ഫ്രം ഹെഡ് വിൽ പാസ് ത്രൂ ദിസ് ടെയിൽ ആൻഡ് വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് ടു ദ ഹോസ്റ്റ് സെൽ. രണ്ടാമത്തെ സ്റ്റെപ്പ് പെനട്രേഷൻ നടക്കും, ഇൻട്രൊഡക്ഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കും. ദെൻ ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ പോയിട്ട് ബാക്ടീരിയയുടെ ക്രോമസോമുമായിട്ട് അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യൂല, മറിച്ച് അവിടെ ഒരു സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കിടക്കും. ദെൻ ബൈ യൂസിങ് ദ മെഷീനറീസ് ഓഫ് ഹോസ്റ്റ് ദേ വിൽ പ്രൊഡ്യൂസ് ദെയർ ഹെഡ്, ടെയില്, ബേസ് പ്ലേറ്റ്, ടെയിൽ ഫൈബേഴ്സ്, ഇതുപോലത്തേക്കുള്ള സ്ട്രക്ചറുകൾ സെപ്പറേറ്റ് യൂണിറ്റുകളായിട്ട് ആദ്യം സിന്തസൈസ് ചെയ്യും. ദെൻ ഇതിനെല്ലാം കൂടി അസംബിൾ ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, ആ ഹോസ്റ്റിനെ നശിപ്പിച്ച് ലൈസ് ചെയ്ത് പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടും. സോ ഇതാണ് ലൈറ്റിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ദ സെക്കൻഡ് പാർട്ടാണ് ലൈസോജനിക് ലൈഫ് സൈക്കിൾ, അഥവാ മൾട്ടിപ്ലിക്കേഷനിലെ രണ്ടാമത്തെ പാർട്ട് ലൈസോജനിക് ലൈഫ് സൈക്കിൾ. ലാംഡ ഫേജസ് ഫോളോസ് ദിസ് ലൈസോജനിക് ലൈഫ് സൈക്കിൾ. അപ്പോൾ ലൈറ്റിക്കും ലൈസോജനിക്കും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ രണ്ട് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജിലും അല്ലെങ്കിൽ ലൈഫ് സൈക്കിളിൻ്റെ രണ്ട് സ്റ്റേജിലും അറ്റാച്ച്മെൻറ്റ്, എൻട്രി, പെനട്രേഷൻ ഇതൊക്കെ രണ്ടു പേർക്കും സെയിം ആണ്. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് നടത്തും ആദ്യം, ദെൻ എൻട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഇവിടുത്തെ മൂന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ്റഗ്രേഷൻ. ഇവിടെ ജനറ്റിക് മെറ്റീരിയൽ വൺസ് ഇറ്റ് ഗെറ്റ് ഇൻ ടു ദ സെൽ ദേ വിൽ ഇൻ്റഗ്രേറ്റ് വിത്ത് ബാക്ടീരിയൽ ക്രോമസോം. അവിടെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കില്ല, മറിച്ച് ബാക്ടീരിയയുടെ ക്രോമസോമുമായിട്ട് അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിൽക്കും. ഈ ഇൻ്റഗ്രേഷന് ശേഷം ഇവർ പ്രത്യേകിച്ചിട്ട് എഫക്റ്റുകളൊന്നും കാണിക്കാതെ ബാക്ടീരിയൽ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ
ആ ബാക്ടീരിയൽ ക്രോമസോമിൻ്റെ കൂടെ ഇവരുടെ ജനറ്റിക് മെറ്റീരിയലും ഡിവൈഡ് ചെയ്ത് അങ്ങനെ അവരിങ്ങനെ പല ബാക്ടീരിയൽ പ്രോജനീസിലും എത്തും. അതാണ് സെൽ ഡിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയയുടെ ഒരു പാർട്ട് പോലെ തന്നെ ഇവർ ആക്ട് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, അവരുടെ കൂടെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അസോസിയേഷനിൽ ഇവർ ഒരു സിംബയോട്ടിക് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അസോസിയേഷനിൽ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫേജ് DNA പറയുന്ന പേരാണ് പ്രോഫേജ്. ബട്ട് അറ്റ് സർട്ടൈൻ കണ്ടീഷൻ ഇവർ ഈ ഒരു ആ ഒരു അസോസിയേഷൻ അഥവാ ഹോസ്റ്റിൻ്റെ ക്രോമസോമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അസോസിയേഷൻ അവർക്ക് നഷ്ടപ്പെടും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഡക്ഷൻ. UV ഒക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇങ്ങനെ ഉണ്ടാവാറ് എന്നാണ് പറയുന്നത്. UV ഒരു കണ്ടീഷനാണ് ഇൻഡക്ഷൻ നടക്കാറുള്ളത്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹോസ്റ്റ് ക്രോമസോമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഫേജ് ജനറ്റിക് മെറ്റീരിയൽ വിൽ ലൂസ് ദെയർ association, then they may get separated from the bacterial chromosome. അതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയാം. സോ ഈ സമയത്ത് ഇൻഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും, ആ പ്രോഫേജ് പെട്ടെന്ന് അവർക്ക് ആവശ്യമുള്ള അഥവാ ആ ഫേജിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും, പ്രോട്ടീൻസും എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. ദെൻ ലൈറ്റിക് ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യും. അതാണ് പ്രത്യേകത. അപ്പോൾ ഇവർ ലൈസോജനിക് സ്റ്റേറ്റിൽ കുറേ കാലം നിൽക്കും, പക്ഷേ ഇൻഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ദേ വിൽ ഫോളോ ലൈറ്റിക് ലൈഫ് സൈക്കിൾ. സോ ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് സർഫസ് റെക്കഗ്നീഷൻ ഓഫ് ലാംഡ ഫേജസ്. ആ ലാംഡ ഫേജസിൻ്റെ ഒരു ഞാൻ പറഞ്ഞു ലൈസോജനിക് ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യുന്നത് ലാംഡ ഫേജസുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സർഫസ് റെക്കഗ്നീഷൻ നടത്തുന്നതിൻ്റെ ഒരു പിക്ചറാണ് ഈ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ലാംഡ ഫേജിൻ്റെ J പ്രോട്ടീൻ ഇൻ്ററാക്ഷൻ വിത്ത് ബി പോറിൻ അഥവാ ഒരു പോറിൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവും. ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ബാക്ടീരിയയുടെ സെല്ലിനകത്ത് സെൽ വാളിൻ്റെ അവിടെ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പോറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറുമായിട്ട് ആരുടെ അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്, J പ്രോട്ടീൻ അഥവാ നോക്കിയൊക്കെ നിങ്ങളുടെ ആ ബേസ് പ്ലേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സ്പൈക്ക് ലൈക്ക് സ്ട്രക്ചറാണത്. അത് ഇതിനെ റെക്കഗ്നൈസ് ചെയ്ത് കറക്റ്റായിട്ട് അതിനെ ഫേം ഹോൾഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ടെയിൽ ഫൈബേഴ്സും ഈ ബേസ് പ്ലേറ്റിൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടി അവിടെ ഒരു പോറുണ്ടാക്കി ആ പോറിനിലൂടെ ജനറ്റിക് മെറ്റീരിയലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടുത്തെ കേസിൽ. സോ ലെറ്റ് us look at the lysogenic life cycle in detail. അപ്പോൾ ഇവിടെയും നമ്മൾ എന്താണ് പറയുന്നത്, ബാക്ടീരിയോഫേജ് ഉണ്ട്, വന്ന് ഇൻഫെക്റ്റ് ചെയ്യുന്നു, സർഫസ് റെക്കഗ്നീഷൻ നടത്തുന്നു, ജനറ്റിക് മെറ്റീരിയൽ ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ഈ ബാക്ടീരിയോഫേജ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ അവരുടെ ജനറ്റിക് മെറ്റീരിയലിനെ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ജനറ്റിക് മെറ്റീരിയൽ ഒരു ലിറ്റിൽ മോർ ഡാർക്ക് കളറായിട്ടുള്ള ഒരു ഗ്രീനിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യുന്നു, ഈ ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. നൗ ദേ ആർ നോൺ ആസ് പ്രോഫേജ്. ദെൻ ഈ ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെ അങ്ങനെ ഡിവൈഡ് ചെയ്ത് അവരിൽ ഒരാളായിട്ട് തന്നെ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് പോവും. ആഫ്റ്റർ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ ഈ ജനറ്റിക് മെറ്റീരിയൽ അഥവാ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ഈ ഹോസ്റ്റ് ജീനോമിൽ നിന്നും വേറിട്ട് പോകും. ആ സമയത്ത് ഇവരെന്ത് ചെയ്യും, അവർക്ക് വേണ്ട എല്ലാ മെഷീനറീസും അഥവാ ഹെഡ്, ടെയില് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് അവരെന്ത് ചെയ്യും, ആ സെല്ലിനെ നശിപ്പിച്ചിട്ട് ദേ വിൽ ഫോളോ ലൈറ്റിക് ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്യും. എന്ത് ചെയ്യും, സെല്ലിനെ നശിപ്പിച്ചിട്ട് അവർ പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. സോ ലൈസോജനിയും ലൈറ്റിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസോജനിയിൽ അവസാനം എന്തായാലും ലൈറ്റിക് ലൈഫ് സൈക്കിൾ വരുന്നുണ്ട്. കാരണം ലൈസോജനി എന്ന് പറയുന്ന ആ ഒരു അസോസിയേഷൻ കുറേ കാലം നിന്ന് പോകും. ഇൻഡക്ഷൻ വരുന്നത് വരെ അത് നിലനിന്ന് പോകും. ഇൻഡക്ഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർ ലൈറ്റിക് ലൈഫ് സൈക്കിൾ ഫോളോ ചെയ്ത് പോവുള്ളൂ. സോ ദിസ് ഈസ് അബൌട്ട് വൈറസ്, ബാക്ടീരിയോഫേജ്, multiplication, lytic and lysogenic life cycle.